നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ദസറ അതുപോലെ തന്നെ ദീപാവലിയൊക്കെ ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ രുചികരത്തിൽ കുറച്ച് പൂജ റിലേറ്റഡ് ഐറ്റംസും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് സ്വീറ്റൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഇന്നത്തതും നമ്മുടെ ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് എന്താണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം തോന്നും ഇതാണോ വലിയ കാര്യം എന്ന് കേട്ടോ. ഒരു കേസരിയാണ്. കേസരി ഒരു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പി ആയിരിക്കും. പക്ഷേ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പം ശരിക്കും കേസരി എന്ന് പറയുമ്പോൾ ഭയങ്കര കുറച്ച് റിച്ച് ആയിട്ടുള്ളതാണ്. മധുരം ആയാലും അത്യാവശ്യം മധുരം ഉണ്ടാവും. അതുപോലെ തന്നെ നെയ്യും ധാരാളമായി ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ ഒക്കെ ക്വാണ്ടിറ്റി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ തീരുമാനിക്കുന്നതെന്ന് പറയാം. അപ്പം എന്താ പറയുക, ഇപ്പം ഞാനിതിലാണെങ്കിൽ പാലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാല് ചേർക്കാതെ വെറും വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പം നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ഈ കേസരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം കേരളത്തിൽ അത്ര ഇല്ലെങ്കിലും പുറത്തൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ആയിട്ട് റൈസൊക്കെ വാങ്ങുന്ന സമയത്ത് അതിലുണ്ടാവും ഈ ഒരു കേസരി ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ തന്നെയാണ്. അപ്പം അങ്ങനെ സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് കേസരി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. കേസരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയല്ല, സാധാരണ റവയാണ്. ഇനിയിപ്പോൾ അത് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 1 കപ്പ് തന്നെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ടെങ്കിൽ ഒരു 3/4 മുതൽ ചേർത്താൽ മതി. അപ്പം മധുരത്തിനനുസരിച്ചാണ്. ഞാനിവിടെ എന്തായാലും 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഞാൻ പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പാൽ 1 കപ്പ് വെള്ളം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് 2 കപ്പ് വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ കൂടുതൽ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ പാല് തന്നെ മുഴുവനായിട്ടും ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഒരു 3 ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് വറുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് നെയ്യാണ്. അപ്പം നെയ്യ് ഒരളവനുസരിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ചേർക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നല്ല ഒരുപാട് നെയ്യ് ചേർക്കുമ്പോൾ അത്രയും നന്നായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ കളർ മാറും. അപ്പം നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം മുന്തിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് റവ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഭയങ്കരമായിട്ട് നെയ്യുള്ള പരിപാടിയാണല്ലോ എന്ന്. അപ്പോൾ കേസരിയൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യ് ചേർത്ത് തയ്യാറാക്കുമ്പോഴേ അതിൻ്റെ ആ ഫ്ലേവറും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറും ഒക്കെ ശരിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം നെയ്യ് ചൂടായി വരുന്നുണ്ട്. ഇനി ഞാൻ റവ വറുത്തെടുക്കാൻ പോവാണ്. റവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് വരും. സിമ്മിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ട് കളറൊക്കെ ഇങ്ങനെ ഒന്ന് മാറി തുടങ്ങിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നെയ്യിൽ കിടന്നിട്ട് റവ വറുത്ത് വന്ന ആ ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ റവ മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പാനിലോട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലും ചേർക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാലും ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ പാല് അതുപോലെ തന്നെ വെള്ളം കൂടി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വറുത്ത് വെച്ച റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. കട്ട കെട്ടാൻ പാടില്ല. സിമ്മിലാണുള്ളത്. അപ്പോൾ പാലും വെള്ളവും ചേർത്ത് നമ്മൾ ചെയ്ത് അതിപ്പോൾ പാലും വെള്ളമൊക്കെ വറ്റി ഇതിപ്പോൾ റവ വേറിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുകയാണ്. ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ചേർക്കുകയാണ്. ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കളറിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കളർ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചൂടുള്ള പാലിൽ ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി, കളർ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കളർ ഉള്ളത് കൊണ്ട് ചേർക്കുന്നു മാത്രം. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാര ഉരുകിക്കോളും. ഉരുകാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ പരുവത്തിലാവും കേട്ടോ. പഞ്ചസാര മുഴുവൻ ഉരുക്കി ഇതിപ്പോൾ കണ്ടോ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഈ സമയത്ത് ഏലക്കാപ്പൊടി, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ കേസരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റാണ്. അപ്പോൾ കാണുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കണ്ടല്ലോ അല്ലേ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ തന്നെ. അപ്പം നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഉണ്ടായിട്ടില്ലെങ്കിലും ഇടയ്ക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേസരി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.